എല്ലാവർക്കും ടെക്ലേമത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയൽമി C65 കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ 10K താഴെയാണ് വരാൻ പോകുന്നത്. സോ റിയൽമി 12 ഓൾമോസ്റ്റ് ആ ഡിസൈനൊക്കെയാണ് വരാൻ പോകുന്നത്. സോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫോണായിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ്റെ സ്പെക്ക് നോക്കാം. 7.6 mm ആണ് തിക്നെസ് വരുന്നത്, 189 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. മാറ്റ് പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്, IP54 റേറ്റിംഗ് ഉണ്ട്, സൈഡ് മോഡ് ഓഫ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. സോ ഡിസൈൻ കാര്യം നോക്കുവാണെങ്കിൽ, ഡിസൈനിലെ ഡ്യൂറബിലിറ്റി കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു 120 Hz IPS ഡിസ്പ്ലേ ആണ്. 625 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 240 Hz ടച്ച് ആമർ റേറ്റും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ്റെ കാര്യം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഫുൾ HD+ വരുവാണെങ്കിൽ അത്രയും നല്ലത്. 10K താഴെ ആയതുകൊണ്ട് വരാൻ ചാൻസ് കുറവാണ്, എന്നാലും ഫുൾ HD+ വരുവാണെങ്കിൽ അത്ര നല്ലത്. ഇനി ഒരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടും. ഇനി പെർഫോമൻസിന് കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു MediaTek Dimensity 6300 പ്രോസറാണ്. ഇതിൽ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് എന്തായാലും കാണും. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, Dimensity 6100+ൻ്റെ ഒരു ഓവർക്ലോക്ക്ഡ് വെർഷൻ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. നമ്മുടെ 6100+ 2 Cortex A76 2.2 GHz ആണ്. ഇവിടെ നമുക്ക് 2 Cortex A76 2.4 GHz ആയി. അങ്ങനെയുള്ളൂ. 10% അപ്ലിഫ്റ്റ് ആണ്. ഞാനിവിടെ ആറ്റിറ്റ്യൂഡ് സ്കോറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, കാരണം അത് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. എന്നാലും വലിയ ഹ്യൂജ് അപ്ലിഫ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു 10% എന്ന് പറഞ്ഞാൽ വലിയ അപ്ലിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡുവൽ സെറ്റപ്പാണ് പുറകെ വരുന്നത്. 50 MP f1.8 ആപ്പച്ചർ വരുന്ന മെയിൻ, പിന്നെ 2 MP ഡെപ്ത്, 1080p 30fps ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. 8 MP ഒരു സെൽഫി ക്യാമറ, 1080p 30fps. പിന്നെ 10K വരുന്ന മിക്ക ഫോണും ഇതേ സ്പെക്കൊക്കെ വെച്ചാണ് വരുന്നത്. പിന്നെ റിയൽമി ആയതുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി കൂടി ബെറ്റർ പെർഫോമൻസ് കിട്ടും. അവരുടെ ക്യാമറ ഒപ്റ്റിമൈസേഷൻ അത്യാവശ്യം നല്ലതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്. സോ ഇത് സ്ലോ ആയിരിക്കും ചാർജിങ് ഒക്കെ, 2 hours ഒക്കെ ആയിരിക്കും. പിന്നെ സ്ക്രീൻ ഓൺ ടൈം എന്തായാലും 7 hours പ്രതീക്ഷിക്കാം. ഇനി OSൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ റിയൽമി UI 5.0 ആണ്. Android 14 ആണ് വരുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ്. 2 hours സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 3 hours സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രതീക്ഷിക്കാം. ഇനി കണക്റ്റിവിറ്റി ആയിരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ Wi-Fi 5 ആണ് വരുന്നത്, Bluetooth 5.2, 5G വരുന്നുണ്ട്, USB Type-C 2.0, 3.5 mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. സോ കണക്റ്റിവിറ്റി കാര്യത്തിലും വലിയ കുറവുകളും കാര്യങ്ങളൊന്നും റിയൽമി വരുത്തിയിട്ടില്ല. അത്യാവശ്യമുള്ള എല്ലാ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും ഇതിലുണ്ട്. ഇനി പ്രൈസ് നോക്കുകയാണെങ്കിൽ, പിന്നെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 3 വേരിയൻ്റാണ് വരുന്നത്. 464-ഉം 4128-ഉം 6128-ഉം. പ്രൈസ് മിക്കവാറും 10K താഴെയാണ്. റിയൽമി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 10K താഴെ ആയിരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ 10K താഴെ ഇതിന് പറ്റിയ വേറെ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോക്കോ M6 Pro 5G ഉണ്ട്. അതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 4th Gen 2-ഉം ഫുൾ HD+ IPS ഡിസ്പ്ലേയും ഇതേ സെയിം ക്യാമറ സെറ്റപ്പാണ്. 50+2 MP ആണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ CPU ബെറ്റർ 4 Gen 2 ആണ്. GPU ഇവിടെയാണ് ബെറ്റർ ഇരിക്കുന്നത്. സോ ഗെയിമിങ്ങിന് ഇച്ചിരി കൂടി ബെറ്റർ ഈ ഫോൺ ആയിരിക്കും. പിന്നെ ഓവറോൾ പാക്കേജ് വെച്ച് നോക്കുമ്പോൾ M6 Pro ആണ് ഇച്ചിരി കൂടി ബെറ്റർ. ഫുൾ HD+ ഉള്ളതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ഇവിടെ ഫുൾ HD+ വരുവാണെങ്കിൽ ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഫോൺ. കാരണം ഫുൾ HD+ 6.7 ഇഞ്ചിൻ്റെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഒരു ഓവർ ഷാർപ്പൻ്റെ ഫീലേ കിട്ടുന്നു ഡിസ്പ്ലേയിൽ. വലിയൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്താ പറയുക, അത്രയ്ക്ക് ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് കിട്ടൂല. പ്രത്യേകിച്ച് ഈ MediaTek ഡിവൈസസിൽ. MediaTekൻ്റെ ഒരു കുഴപ്പമെന്നല്ല പറയുകയാണെങ്കിൽ ഒരു ഓവർ ഷാർപ്പൻ്റെ ഫീലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ഞാൻ ശരിക്കും പറയും ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പെക്കുള്ള ഫോണാണ്. ഞാൻ പറഞ്ഞ പോലെ ഫുൾ HD+ ഡിസ്പ്ലേ വരുവാണെങ്കിൽ നല്ലൊരു പാക്കേജ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ M6 Pro ആയിരിക്കും ഇച്ചിരി ബെറ്റർ ഓവറോൾ പാക്കേജ് വെച്ച് നോക്കുമ്പോൾ. സോ ഗായ്സ്, അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫ്യൂച്ചർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.